ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയിൽ നിങ്ങളെ സഹായിക്കാനായി ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു സ്റ്റെപ്പ് ടു സക്സസ്സുമായി. ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആരായി തീരാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഒരു നിശ്ചയമുണ്ടോ? ഇവിടെ ചുറ്റും നിൽക്കുന്നവർ എന്തു തന്നെ പറയട്ടെ, നിങ്ങളുടെ കഴിവിനെക്കുറിച്ച്, നിങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകാനായിട്ട് കഴിയും. അടുത്തിടെ കുറച്ച് കോൾസൊക്കെ എനിക്ക് വന്നിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് സ്റ്റുഡൻസൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, പക്ഷേ എങ്കിലും എന്തോ പഠിക്കാനൊരു ആവേശം ഉള്ളിലുണ്ട്, അത് കറക്റ്റായിട്ട് ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്ന് ചില സ്റ്റുഡൻസ് ഒക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ചിന്തിച്ചു, അടുത്തൊരു ക്ലാസ്സിൽ വരുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കണമെന്ന്. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കാം. ഒരു കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഈ പുഴയോട് ചേർന്ന് ചാഞ്ഞ് കടപുഴകി വീഴാൻ കണക്കിന് അല്ലെങ്കിൽ അതിന് പാകത്തിന് ഒരു വൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു ആ മഴയത്ത്. ആ വൃക്ഷത്തിൻ്റെ വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ചില്ലയിൽ, ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഒരു പക്ഷി ഇരിപ്പുണ്ടായിരുന്നു. അത് ഈ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ആർത്തലച്ച് പെയ്യുമ്പോഴും ആ പക്ഷി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. മറ്റു പക്ഷികളൊക്കെ ആ വൃക്ഷം വിട്ടു പോകുമ്പോഴും ഈ പക്ഷി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റു ചില പക്ഷികളൊക്കെ, കൂറ്റന്മാരായ പക്ഷികളുണ്ട്, ചെറിയ പക്ഷികളുണ്ട്, എല്ലാ പക്ഷികളും വന്ന് ഈ പക്ഷിയോട് ചോദിച്ചു, എന്താ ഈ ഒരു പേമാരി ഉണ്ട്, കൊടുങ്കാറ്റുണ്ട്, നീ എന്താ എഴുന്നേറ്റ് പറന്നു പോകാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പക്ഷി പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? ഞാൻ എൻ്റെ ചിറകിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചിറകിൽ എനിക്ക് വിശ്വാസമുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും ലാസ്റ്റ് മൊമെൻ്റ് പറന്ന് ഉയർന്നു പോകാൻ ശക്തിയുള്ള ചിറകാണ് എൻ്റേതെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല, ഇനി പഠിച്ചിട്ട് എന്ത് കാര്യം, ഇത്ര കാലമായി പഠിച്ചിട്ട് നേടാത്തതാണോ ഇനി പഠിക്കാനിരിക്കുന്നത്, ഫ്രണ്ട്സിനൊക്കെ ജോലി കിട്ടിയില്ലേ, ഇത്രയും പ്രായമായില്ലേ, ഇനി എന്ത് പഠിക്കാനാണ്, ഇനി എപ്പോൾ ജോലി കിട്ടാനാണ്, എന്തുമാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ, സർക്കാർ ജോലി നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. അതുകൊണ്ട് എന്താണ്, എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഓടിവാ മക്കളെ, കയറിപ്പോരെ, കൂടെ പിടിച്ചോ. യെസ്. അപ്പോൾ നമ്മുടെ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് എല്ലാ ദിവസവും വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. അതുകൊണ്ട് നിങ്ങളെ ചില ടോപ്പിക്കുകൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന കാര്യം മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. സോ എൻ്റെ കൂടെ ഒന്ന് കയറി വന്നോളണം. ഇത് ചില മേഖലകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ചില മേഖല ഈ മേഖലകളൊക്കെ നമ്മൾ നോക്കാനുണ്ട്, ഒത്തിരി മേഖലകൾ നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ക്ലാസ് ചെയ്തത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് മക്കളെ, ഒരു മനസ്സോടെ സർക്കാർ ജോലി ഞാൻ നേടിയെടുക്കും, പക അത് വീട്ടാനുള്ളതാണ് മക്കളെ. അപ്പോൾ കയറിപ്പോരാ. യെസ്. അപ്പോൾ വിവിധോദ്ദേശ പദ്ധതികൾ, ഇന്ത്യയിലെ ചില വിവിധോദ്ദേശ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് വിവിധോദ്ദേശ പദ്ധതികളും, വിവിധോദ്ദേശ പദ്ധതികളും അതുപോലെ തന്നെ അത് ഏത് നദിയിലാണ്, ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഭക്രാനങ്കൽ പ്രൊജക്റ്റ് എവിടെയാണ്? അത് സത്ലജ് നദിയിലാണ്. ഓക്കെ, ഭക്രാനങ്കൽ, സത്ലജ്, അത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലായിട്ടാണ് കേട്ടോ. ഭക്രാനങ്കൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ഏതൊക്കെ ഉണ്ടടാ? ഹിമാചൽ പ്രദേശും ഉണ്ട്, പഞ്ചാബും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഭക്രാനങ്കൽ പ്രൊജക്റ്റിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശുണ്ട്, അതുപോലെ തന്നെ പഞ്ചാബും ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കിയടാ, ഭക്രാനങ്കൽ, സത്ലജ് ഉണ്ട്, ദെൻ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. അപ്പോൾ നമുക്ക് വിചാരിക്കും, അയ്യോ ഇത് പഞ്ചാബ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഭക്രാനങ്കൽ, സത്ലജ്, പഞ്ചാബ് എന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ഹിമാചൽ പ്രദേശ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കത്തില്ലയോ? അപ്പോൾ ഹിമാചൽ പ്രദേശും പഞ്ചാബും ഒക്കെ ഈ പറഞ്ഞ ഭക്രാനങ്കലിൻ്റെ ബെനിഫിഷ്യറീസ് ആണെന്ന് ഓർത്തു പോകാമല്ലോ. യെസ്. അപ്പോൾ ദാമോദർ വാലി സ്വാഭാവികമായിട്ട് ദാമോദർ നദിയിലാണ് അല്ലേ? ദാമോദർ വാലി, ദാമോദർ നദിയിലാണ്. എവിടെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെ?
ആരൊക്കെയാ? ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, പശ്ചിമ ബംഗാളും ഉണ്ട് അല്ലേ. അപ്പൊ ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. എടാ ഈ ഹിമാചൽ പ്രദേശ് എന്തുവാ പ്രത്യേകത? ഇന്ത്യയുടെ പഴക്കൂട, ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം, ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് അല്ലേടാ. ഹിമാചൽ പ്രദേശിലെ സിംലയ്ക്ക് എന്തുവാടാ പ്രത്യേകത? കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലെ സിംലയിലാണ് അല്ലെ. ഹിമാചൽ പ്രദേശിലെ സിംലയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് എവിടെ? അത് പഞ്ചാബിലല്ലേ. ഇന്ത്യയിൽ ആദ്യമായി എന്ത് നിലവിൽ വന്നത്? രാഷ്ട്രപതി ഭരണം വന്നത് എവിടാന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. യെസ്, ഓക്കെ. ദാമോദർ വാലി, ദാമോദർ നദിയിലാണ്. ബെനിഫിഷ്യറീസ് ആരൊക്കെ ഉണ്ട്? ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാളും ഉണ്ട്. വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനമല്ലേടാ കൊൽക്കത്ത. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനിയൊക്കെ ആദ്യമായിട്ട് വന്നത് എവിടെയാ? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ കോടതി ചോദിച്ചാൽ, അതുപോലെ തന്നെ ഭൂഗർഭ റെയിൽവേ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന നമ്മുടെ അംബാസഡർ കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയുടെ ശാസ്ത്ര നഗരം കൊൽക്കത്ത. സന്തോഷത്തിനൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അടുത്ത കാലഘട്ടത്തിൽ നിങ്ങളും സർക്കാർ എംപ്ലോയീസ് ആകാൻ പോവില്ലേ? പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? എപ്പോഴും സന്തോഷമായിട്ടായിരിക്കും കേട്ടോ. എപ്പോഴും സന്തോഷമായിട്ടിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ അത് 100% സക്സസ് ആവത്തുള്ളൂ. യെസ്, ഓക്കെ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത ശാസ്ത്ര നഗരം, സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയാണ് മക്കളെ. കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലല്ലേ ഡംഡം എയർപോർട്ട്. ഡംഡം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ഡംഡം എയർപോർട്ട് സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടാണ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് എവിടെയാ? സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് കട്ടക്കിലാണ്. കട്ടക്ക് എവിടെയാ? ഒഡീഷ. ഒഡീഷയിലെ കട്ടക്കിന്റെ പ്രത്യേകത എന്താ? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്കല്ലേടാ. അപ്പോൾ കട്ടക്കിലൊരു, അല്ലെങ്കിൽ ഒഡീഷയിലെ കട്ടക്കിലൊരു നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടല്ലോ, അതേതാ? ബരാമതി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ഏതാണ്? ബരാമതി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. യെസ്, ഓക്കെ. ദെൻ ഫറാക്ക പ്രോജക്റ്റ് എവിടെയാ? ഗംഗാ നദിയിലാണ്, വെസ്റ്റ് ബംഗാൾ. ഗംഗാ നദി, വെസ്റ്റ് ബംഗാൾ. ഫറാക്ക പ്രോജക്റ്റ്, ഫറാക്ക ബാരേജ് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അപ്പൊ ഫറാക്ക, ഗംഗാ നദി വെസ്റ്റ് ബംഗാളാണ്. ഗംഗാ വെസ്റ്റ് ബംഗാൾ തന്നെ വരുന്നു. വെസ്റ്റ് ബംഗാൾ. ഓക്കെ. ഭക്ര, നംഗൽ, സത്ലജ് ബെനിഫിഷ്യറീസ് ഹിമാചൽ പ്രദേശ് ഉണ്ട്, പഞ്ചാബും ഉണ്ട്. യെസ്, ഓക്കെ. ദാമോദർ വാലി, ദാമോദർ നദി, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഫറാക്ക എവിടെയാ? ഫറാക്ക പ്രൊജക്ട് ഗംഗാ നദിയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെ ഉണ്ടടാ? ഗംഗയുടെ പോഷക നദികൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഉറപ്പായിട്ട് കമന്റ് ചെയ്തേക്കണേ. എനിക്ക് നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടോന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നേ? നിങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പൊ ഗംഗയുടെ പോഷക നദികൾ ഒന്ന് കമന്റ് ചെയ്തോ കുഞ്ഞുങ്ങളെ. ഓക്കെ. അപ്പൊ ഫറാക്ക, ഗംഗ, വെസ്റ്റ് ബംഗാൾ. ദെൻ ഹിരാക്കുഡ് മഹാനദി. ഹിരാക്കുഡ് മഹാനദി ഏറ്റവും വീതിയേറിയാണ് കേട്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്താണ്? ഹിരാക്കുഡ് മഹാനദിയാണ്. ഹിരാക്കുഡ് മഹാനദി. ഇവിടെ വീതിയേറിയ വെള്ളച്ചാട്ടം ഏതാ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം അത് ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടമാണ് അല്ലെ. അത് ഏത് വെള്ളച്ചാട്ടമാ? ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടമാ. ചിത്രാക്കോട്ട് ഇന്ദ്രാവതി നദിയിലെ, ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി നദിയിലെ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് എവിടെയാ? ഛത്തീസ്ഗഡിലാണ്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് എവിടാന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. അതുപോലെ തന്നെ എന്താണ്? വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ പിതൃ ദിനമായി ആചരിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലാണ്. ഞാൻ ഇടയ്ക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുവാന്നേ. ഓക്കെ. ദെൻ അപ്പോൾ മഹാനദി ഒഡീഷയിൽ. മഹാനദി ഒഡീഷ മാംഗനീസ് ഉത്പാദനവുമായി ബന്ധപ്പെട്ട് വളരെ 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 പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഒഡീഷ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് തപാൽ സംവിധാനത്തിന് വേണ്ടി പ്രാവുകൾ ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീഷ എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഓക്കെ. ഒഡീഷയിലെ നന്ദൻകാനന്റെ പ്രത്യേകത എന്താ? നന്ദൻകാനൻ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായതാണ് നന്ദൻകാനൻ എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ എന്താ? കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാ? കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ ഭുവനേശ്വര. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീഷയിലെ ഭുവനേശ്വരാണ്. ഓക്കെ. ഇനി കോസി പ്രോജക്റ്റ് എവിടെയാ? കോസി പ്രോജക്റ്റ് കോസിയിലാണ്, കോസി നദിയിലാണ്, ബീഹാറിലാണ്. കോസി നദിയിലാണ്, അത് ബീഹാറിലാണ്. കോസി ഒരു പ്രത്യേകത എന്തുവാ? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് കോസി. എന്നാൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? അത് തീസ്റ്റയാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി തീസ്റ്റയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന നദി, ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദിയൊക്കെ ചോദിച്ചാൽ ഏതാണ്? കോസി. നിങ്ങളും അപകടകാരികളല്ലേ? അല്ലേ മക്കളെ? ഇടഞ്ഞാൽ അപകടകാരിയായ ഒരു പ്രത്യേകതരം അല്ലയോ ഞാൻ നിങ്ങളും ഒക്കെ അല്ലെ. അപ്പൊ ഇടയാനായിട്ട്
ഇടയാനായിട്ട് തയ്യാറാണോ? അപ്പോൾ ഇടഞ്ഞാലാണ് കൂടുതൽ ശക്തി ആർജിക്കെങ്കിൽ ഇടഞ്ഞേര് മക്കളെ. അവന് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഇടഞ്ഞെങ്കിലും വല്ലതും നേടിയെടുത്തേ മക്കളെ. യെസ്, ഓക്കെ. വല്ലതും അല്ല മക്കളെ, പിന്നെന്തുവാ? സർക്കാർ ജോലി. അതിൽ കുറഞ്ഞ യാതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പോൾ കോസി നദിയിലാണ്, ബീഹാറാണ്. കക്രപ്പാറ ഉഗായ് പ്രോജക്റ്റുകൾ താപ്തിയിലാണ്. താപ്തി പറയുമ്പോൾ തന്നെ ഗുജറാത്ത് ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. കക്രപ്പാറ ഉഗായ് താപ്തി നദി സൂററ്റ് സ്ഥിതി ചെയ്യുന്ന ഈ നദീ തീരത്താണ്. സൂററ്റ് സ്ഥിതി ചെയ്യുന്ന താപ്തി നദിയുടെ തീരത്താണ്, അല്ലെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും CCTV നിയന്ത്രണത്തിലായ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതേതായിരുന്നു? സൂററ്റ് ആയിരുന്നു. അല്ലേ ആണ് സൂററ്റ്. ഓക്കെ. അപ്പോൾ എന്താ കക്രപ്പാറ ഉഗായ് താപ്തി നദിയിലാണ്. അത് ഗുജറാത്താണ്. ഗുജറാത്ത് എന്താ സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പാഴ്ഭൂമി, പരുത്തി, നിലക്കടല, സസ്യെണ്ണ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ പ്രത്യേക തുറമുഖം ഏതാ? കാണ്ട്ല തുറമുഖം. സ്പെഷ്യൽ എക്കണോമിക് സോൺ സെസ് നിലവിലുള്ളത് കാണ്ട്ല, അല്ലെ. അതുപോലെ തന്നെ ഏക വേലിയേറ്റ തുറമുഖം കാണ്ട്ല. കാണ്ട്ലയുടെ പുതിയ പേരതാ? ദീൻ ദയാൽ ഉപാധ്യായ പോർട്ടാണ്. ദീൻ ദയാൽ ഉപാധ്യായ പോർട്ടാണ് മക്കളെ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തോണം? അതിന്റെ കൂടെ ചേർത്ത് പുതിയ ക്വസ്റ്റ്യൻസ് പണ്ടുപിടിച്ചോളണം. പരീക്ഷയ്ക്കിന് എത്ര ദിവസം ഉണ്ടെന്ന്? വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയും നിങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു. ഓക്കെ, യെസ്. അപ്പൊ എന്താ? യെസ്. അപ്പൊ തെഹ്രി അണക്കെട്ട് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് തെഹ്രി അണക്കെട്ട് ഇവിടെ ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന പേരിൽ തന്നെ അവിടെ എന്തുണ്ട്? ഒരു ദേശീയോദ്യാനം ഉണ്ട്, അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഭഗീരഥി നദി, തെഹ്രി അണക്കെട്ട് സ്ഥിതി, അല്ലെങ്കിൽ തെഹ്രി പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന വിവിധ ദേശ പദ്ധതികളാണ് പറയുന്നത്. തെഹ്രി പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദി, അത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് 2024 ഉത്തരാഖണ്ഡിന് എന്താ ആർട്ടിക്കിൾ 44 പ്രകാരം എന്ത് നിലവിൽ വന്നു മക്കളെ? യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിൽ ചാർദം ടണൽ ദുരന്തം നടന്നത് എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്, അല്ലെ? ചാർദം ടണൽ ദുരന്തം നടന്നത് സിൽക്കിയാര ടണലിൽ, അല്ലെ? യെസ്, ഓക്കെ. അപ്പോൾ ഭഗീരഥി നദിയിലാണ് തെഹ്രി. യെസ്. അപ്പോൾ അത് നോക്കിയേ, തെയിൻ പ്രോജക്റ്റ് എവിടാ? തെയിൻ അധികം ആൾക്കാർ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. തെയിൻ രവി നദിയാണ്, പഞ്ചാബ്. രവി തെയ് എന്ന് പറഞ്ഞ് നിൽക്കുമെന്ന് ഓർത്താൽ മതി കേട്ടോ. രവി തെയിൻ രവി പഞ്ചാബിലാണ്. 5 നദികളുടെ സംസ്ഥാനമായ പഞ്ചാബിലാണ്, രവി നദിയിലാണ് തെയിൻ പ്രോജക്റ്റ്. തെയിൻ തന്നെ. ഉറി എവിടാ? ഉറി ചലം നദിയിലാണ്. ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഉറി ചലം നദിയിലാണ്. ചലം നദി ജമ്മു കാശ്മീരിലാണ്. ഉറി പ്രോജക്റ്റ് ചലം ജമ്മു ആൻഡ് കാശ്മീരാണ്. ഉറി പ്രോജക്റ്റ് ചലം ജമ്മു ആൻഡ് കാശ്മീർ. ദുൽഹസ്തി ദുൽഹസ്തി ഒക്കെ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ദുൽഹസ്തി ചെനാബ് നദി ജമ്മു കാശ്മീരിലാണ്. ദുൽഹസ്തി ചെനാബ് ജമ്മു കാശ്മീർ. ദുൽഹസ്തി ചെനാബ് ജമ്മു കാശ്മീരാണ്. നാഥ്പാ ചാക്രി സത്ലജ് നാഥ്പാ ചാക്രി, നല്ല പേരല്ലേ? നാഥ്പാ ചാക്രി. വീണ്ടും സത്ലജ് വന്നു, ഹിമാചൽ പ്രദേശ് വന്നു. നാഥ്പാ ചാക്രി പ്രോജക്റ്റ് എവിടെയാണ്? സത്ലജിലാണ്. നാഥ്പാ ചാക്രി എവിടെയാ? സത്ലജ് ആണ്, ഹിമാചൽ പ്രദേശാണ്. അൽമാട്ടി, അടിപൊളി. ഇത്തിരി തവണ ചോദിച്ചു. അൽമാട്ടി കൃഷ്ണ കർണാടക. അൽമാട്ടി കൃഷ്ണ കർണാടക. ചന്ദനമരങ്ങൾ കൂടുതൽ ഇവിടെ മൈസൂരിലാണ്, കർണാടകയിലാണ്. കാപ്പി ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന കർണാടകയാണ്. ആനകൾ കൂടുതൽ കർണാടകയിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും റീസെന്റ് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച സംസ്ഥാനമാണ് ഇതെന്ന് പറഞ്ഞത് കർണാടക. വളരെ നല്ല തീരുമാനം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യെസ്, ഓക്കെ. അൽമാട്ടി കൃഷ്ണ നദി കർണാടകയാണ്. ദെൻ പൊച്ചമ്പട് ഗോദാവരി ആന്ധ്രാപ്രദേശ്. പൊച്ചമ്പട് ഏതാണ്? ഗോദാവരി ആന്ധ്രാപ്രദേശ്. പൊച്ചമ്പട്ട് ഗോദാവരി ആന്ധ്രാപ്രദേശ്. പൊച്ചമ്പട്ട് ഗോദാവരി ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ പറയട്ടെ കുഞ്ഞുങ്ങളെ. ഭക്രാനങ്കൽ സത്ലജ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. നല്ല ചൂടാണ്. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും ചൂടായിരിക്കും. അതെല്ലാം മറന്നേക്കും. ഇപ്പൊ ചൂടെടുത്തിരുന്നാലും സർക്കാർ ഓഫീസുകൾ കറങ്ങുന്ന ഫാനിന്റെ ചുവടിലിരുന്ന് അടിപൊളിയായി ഒന്ന് ജീവിക്കണ്ടേ മക്കളെ? അപ്പൊ എന്താണ്? ഭക്രാനങ്കൽ സത്ലജ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. ദാമോദർ വാലി കൂടെ ഒന്ന് പഠിച്ചു വന്നേക്കണേ, കൂടെ ഒന്ന് പഠിച്ചു വാ. അപ്പോൾ ദാമോദർ വാലി, ദാമോദർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ. ഫറാക്ക ഗംഗ വെസ്റ്റ് ബംഗാൾ. ഹിരാക്കുണ്ട് മഹാനദി ഒഡീഷ. കോസി തന്നെയാണ് ബീഹാർ. യെസ്, ഓക്കെ. കക്രപ്പാറ ഉഗായ് താപ്തി നദി ഗുജറാത്ത്. തെഹ്രി ഭഗീരഥി ഉത്തരാഖണ്ഡ്. തെയിൻ പ്രോജക്റ്റ് രവി പഞ്ചാബ്. ഉറി ചലം നദി ജമ്മു ആൻഡ് കാശ്മീർ. യെസ്, ദുൽഹസ്തി ചെനാബ് നദി ജമ്മു ആൻഡ് കാശ്മീർ. നാഥ്പാ ചാക്രി
സത്ലജ് ഹിമാചൽ പ്രദേശ്, അൽമാട്ടി കൃഷ്ണ കർണാടക, പൊച്ചമ്പട്ട് ഗോദാവരി ആന്ധ്രാപ്രദേശ്. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യും മക്കളെ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.